ആ എന്താ? എന്റെ ഫോൺ അതിനകത്താ. എനിക്ക് 1-2 പേരെ വിളിക്കാനുണ്ട്. ഒരു കാര്യമില്ല. അതെ, നിയന്ത്രണം അങ്ങ് ഡൽഹിന്നാ. എനിക്കൊരു അത്യാവശ്യ സ്ഥലത്ത് എത്തിച്ചേരാനുള്ളതാ. അത് മുടക്കാനുള്ള അവകാശം നിങ്ങൾക്കും ഇല്ല. ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താനുള്ള അവകാശം മാഡത്തിനും ഇല്ലല്ലോ. ഇത് ഡ്യൂട്ടിയല്ല, ബുദ്ധിമുട്ടിക്കൽ. എന്റെ ചിറ്റപ്പൻ ഇവിടുത്തെ ACP ആയിരുന്നു. കുറച്ചു മുമ്പേ ഒരുത്തൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞതേ മന്ത്രിയുടെ സ്വന്തം അളിയനാന്നാ. പക്ഷെ ഞങ്ങളുടെ മൂല കുടുംബം അറിഞ്ഞപ്പോ മന്ത്രി വരെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞു. അളിയനും വച്ചമ്പിയൊക്കെ ഞങ്ങളിൽ നിന്ന് ഒരു കൈപ്പാട് അകലെ നിൽക്കും. അങ്ങനെ ഞങ്ങൾ നിർത്തും. ഇതിന് എപ്പോ കഴിയും? ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മാഡം. ഇത് ഒരു നടയ്ക്ക് പോകുന്ന കേസല്ല, കുറച്ച് ബുദ്ധിമുട്ടിക്കും. ഹലോ, ആ അതെ. ഇന്നെന്റെ ദിവസമാണെന്ന് കരുതി ഒന്ന് അഹങ്കരിച്ച് വന്നതാ. പക്ഷെ എല്ലാം നശിപ്പിച്ചു ഈ പോലീസുകാര്. അവന്മാരുടെ ഒരു ഡോഗ് ഷോ. പക്ഷേ ഇതൊന്നും കൊണ്ട് ഞാൻ തളരില്ല ശാലിനി. നീ അവിടെ സന്തോഷിക്കുന്ന ഓരോ നിമിഷവും നാശത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നതിന് മുൻപുള്ള അർമാദിക്കലാണെന്ന് അധികം വൈകാതെ നിനക്ക് മനസ്സിലാവും. ഇന്ന് എന്റെ ദിവസവും നിന്റെ മോശം ദിവസവുമാണ്. നിന്റെ സർവനാശത്തിന്റെ ദിവസം. പപ്പി എന്തേ? ഈ സമയത്ത് അവളും ഇവിടെ വേണ്ടതല്ലേ? പപ്പി സത്യം കൂടി ആ ടോക്കിംഗ് റോളുമായി മുകളിലിരുന്ന് കളിക്കുക. വിളിച്ചപ്പോ കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു. അല്ല, എന്നാ പിന്നെ ഇനിയിപ്പോ എന്തിനാ വഹിക്കുന്നത്? ചടങ്ങുകൾ നടക്കട്ടെ. പാമേ, മോളെ നീ പോയി ശാലിനി വിളിച്ചോണ്ടോ. ശാലിനെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം. ആ എന്നാ പോട്ടോ. അവക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പൊ ശാലിയ ഈ വീട്ടിലെ താരമേ, നിങ്ങൾ ആരുമല്ല. എന്താടാ? ഇതൊന്ന് സത്യാമ്മയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത് പോലെ അങ്ങ് കാണിക്കും. ഈ സ്ക്രീനൊക്കെ വെച്ചിട്ട് ഈ 4K എഫക്റ്റ് അതോടെ തീരും നിന്റെ തിളപ്പും വാശിയൊക്കെ. ആഹാ, അല്ല മോളെ ഇവിടെ വന്ന് നിൽക്കുകയാണോ? മോളെ, മോക്ക് വേണ്ടി അവിടെ എല്ലാവരും കാത്തു നിൽക്കുക. എന്താ മോളെ ഇത്? ഇത്രയൊക്കെ നിനക്കാ ഇവിടെ ഒരുക്കിയിട്ടും എന്താ നിനക്കൊരു സന്തോഷമില്ലാത്ത? മോളെ, ഇന്ന് ശ്യാമയുടെയും രോഹിത്തിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഇത് ഞാൻ ആഘോഷിക്കാൻ തീരുമാനിച്ചു തന്നെ നിനക്കും വിഷ്ണുവിനും വേണ്ടിയാ. മോളെ, നിന്നെ എന്റെ മരുമകളായി ഈ വീട്ടിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടിയാ. മോളെ, എന്റെ മകൻ വിഷ്ണുവിന് നീ ഇല്ലാതെ ഒരു ജീവിതം ഇല്ലെന്ന് മനസ്സിലാക്കി ഞാൻ തന്നെയാ ഇത് ഇത്ര ആഘോഷമാക്കണമെന്ന് പറഞ്ഞത്. മോളെ, അത് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി മാത്രമാ. മോളെ, നിന്റെ ഈ മൗനത്തിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. ചിന്തയുടെ കാരണവും ഞാൻ മനസ്സിലാക്കി. സത്യയെക്കുറിച്ചല്ലേ നീ ചിന്തിച്ചു കൂട്ടുന്നത് മുഴുവനും? ഈ വീട്ടിലെ മരുമകളായി നീ വന്ന് കയറുമ്പോ സത്യം ഒറ്റപ്പെട്ടു പോകുമെന്ന് നീ ഭയപ്പെടുന്നു. മോളെ, അതിന് നല്ലൊരു പരിഹാരവും ഈ സത്യാമ്മ കണ്ടിട്ടുണ്ട്. എന്ത് പരിഹാരം? നിന്റെയും വിഷ്ണുവിന്റെയും ജീവിതത്തിലേക്ക് സത്യ കടന്നു വരാത്ത രീതിയിൽ സത്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. മോളെ, സത്യയുടെ പേരിൽ നല്ലൊരു തുക ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തോളാം. വളർന്നു വലുതായ അവളുടെ വിവാഹ ചെലവ് അടക്കം ഞാൻ വഹിക്കും.
മോളെ, അതുകൊണ്ട് അവളുടെ കാര്യോർത്ത് നീ വേവലാതിപ്പെടണ്ട. ഈ വീട്ടിൽ മഹാറാണിയെ പോലെ നിനക്ക് കഴിയാം. മോളെ, നീ ഇപ്പൊ വിഷ്ണുവിനെ കുറിച്ച് ചിന്തിക്കേ. അവന്റെ സന്തോഷം അത് നീ ശ്രദ്ധിച്ചില്ലേ? മോളെ, നീയായിട്ട് അത് കെടുത്തരുത്. അല്ല, അവന്റെ മാത്രമല്ല, ഈ വീട്ടിലുള്ള ആരുടെയും. അല്ല, നമ്മളിവിടെ കളിച്ചെന്നാ മതിയോ? പപ്പിയുടെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി കൂടണ്ടേ? അത് നമുക്ക് സമയമാകുമ്പോ പോവാ സത്യ. അതെ, അവിടെ എല്ലാരും സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് ബോറടിക്കത്തേ ഉള്ളൂ. ആ, അത് ശരിയാ. എല്ലാവരും അറിയാൻ വേണ്ടി പറയാ, ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്റെ മോന് വേണ്ടി ഞാൻ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ തന്നെയാ. കാരണം എന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്റെ മോന്റെ സന്തോഷ. അവന്റെ സന്തോഷം എന്ന് പറയുന്നത് അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന അവന്റെ പെണ്ണിന്റെ സന്തോഷം. ശാലിനിയുടെ കാര്യം എനിക്കറിയില്ല, എങ്കിലും ഏതൊരു പെൺകുട്ടിക്കും സന്തോഷം തരുന്ന കാര്യം ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. സത്യാമ്മ എല്ലാരും ഞെട്ടിക്കാൻ വേണ്ടി എന്തൊക്കെയോ കരുതിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായി. വർഷങ്ങൾക്ക് മുൻപ് എന്നെ ഈ വീട്ടിലേക്ക് വിവാഹം ചെയ്തുകൊണ്ടുവരുമ്പോ നിധി പോലെ കാത്തുകൊള്ളെന്നും പറഞ്ഞ് രാഘവേട്ടന്റെ അമ്മ എന്റെ കയ്യിൽ ഏൽപ്പിച്ച ഈ വീടിന്റെ താക്കോല ഇത്. ഇനി ഇത് സൂക്ഷിക്കേണ്ട അവകാശി ഞാനല്ല, എന്റെ വിഷ്ണുവിന്റെ ഭാര്യയായ ശാലിനി. ആഹാ, ഇത് ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയം അതെനിക്കറിയാം. പുതിയ തലമുറയ്ക്ക് മാറിക്കൊടുക്കേണ്ട ഒരു കസേര, അത്രേ ഞാനിതിന് കാണുന്നുള്ളൂ. മോളെ, സ്നേഹത്തോടെ ഇത് വാങ്ങിക്കേ. വാങ്ങിക്കുമോളെ, ഇത് ഞാൻ എന്റെ വിഷ്ണുവിന്റെ പെണ്ണിന് മനസ്സറിഞ്ഞു തരുന്നതാ. വാങ്ങിച്ചോളൂ. ഈശ്വര, ഇവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ. നന്നായിട്ടുണ്ട് അമ്മായിയമ്മയുടെ മരുമകളുടെ ഈ നാടകം. രണ്ടുപേർക്കും കൂടി ഒരു കുച്ചിപ്പുടി കൂടെ കളിക്കാൻ പാടില്ലായിരുന്നു? ഇല്ലെങ്കിൽ ഒരു മാർഗം കളിയെങ്കിലും. അല്ല, ഈ കളിയായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു മാർഗമില്ലാത്തവർക്ക് കളിക്കാൻ പറ്റിയ കളിയാണ് ഈ മാർഗം കളിന്ന്. അതുകൊണ്ട് പറഞ്ഞതാ. നിന്നാരെ ഇങ്ങോട്ട് ക്ഷണിച്ചേ? വിഷ്ണുവേട്ട വരട്ടെ, നാവാട്ടാനുള്ള സമയം ഞാൻ തരാം. അതിനു മുമ്പ് വിഷ്ണുവേട്ടന്റെ പ്രിയതമയോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്.
ഇത് എന്റെയും രോഹിത്തിന്റെയും വെഡിങ് ആനിവേഴ്സറിയുടെ ഫംഗ്ഷനാ. ഇതിൽ നിന്നെ ആരും ക്ഷണിച്ചില്ലല്ലോ. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഹോ, ഈ കഥ നിന്റെ കുഞ്ഞേച്ചിയുടെ മുന്നിൽ അരങ്ങേറുമ്പോ നീ ഇവിടെ തന്നെ വേണം. കാരണം സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ട് ബോധം കെട്ട് വീഴാനും ഒരാൾ വേണമല്ലോ. നിനക്കാണെങ്കിൽ ബോധം കെട്ട് വീഴാൻ നല്ല എക്സ്പീരിയൻസും ആണല്ലോ. ഡി, സുസ്മിതെ, ഇത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു ചടങ്ങാ. ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് ആർക്കും നിന്റെ വരവത്ര ഇഷ്ടമായിട്ടില്ല. ആ സ്ഥിതിക്ക് മാന്യമായിട്ട് പുറത്തു പോകുന്നത് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാനിവിടെ പൊറുക്കാനായിട്ട് വന്നതല്ല. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഈ മൂത്ത മരുമോളോട് ഒന്ന് ചോദിച്ചുറപ്പു വരുത്താൻ വന്നതാ. ചില സംശയങ്ങൾ. അതിപ്പോ തീർക്കേണ്ടത് എന്റെയും ഈ വീട്ടിലുള്ളവരുടെ ആവശ്യമാണ്. അതെ, ഞങ്ങൾക്കൊരു കാര്യം അറിയണ്ട. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോയിക്കേ. പോ 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 പോ. വിഷ്ണുവേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. വിഷ്ണുവേട്ടനും വിഷ്ണുവേട്ടന്റെ വീട്ടുകാരും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ശാലിനിയുടെ ഒരു മറുപടി. ആ മറുപടി ഈ വീടിന്റെ അടിത്തറ ഇളക്കുന്നതാണെങ്കിൽ അതറിയിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. എന്നാ നീ ബോധ്യപ്പെടുത്തറി. എങ്കിൽ ചോദിക്ക് വിഷ്ണുവേട്ടാ, ദാ ഇവളോട് ചോദിക്ക്, ഇവളോട് പപ്പിയുടെ അച്ഛനാരാന്ന്. കൂട്ടത്തിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഈ മണുകുണാഞ്ചം പോലും അറിഞ്ഞില്ലാന്ന് വെച്ചാ പറയട്ടെ. ഇവളാ പ്രസവിച്ചത്, ഇവളാ പ്രസവിച്ചത്, ഇവളാ പ്രസവിച്ചത്, ഇവളാ പ്രസവിച്ചത്. അതും ഇരട്ടക്കുട്ടികളെ, 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 ഇരട്ടക്കുട്ടികളെ. അതിലൊരു കുഞ്ഞിനെ പൊന്നനിയത്തിക്ക് വളർത്താൻ കൊടുത്തു. നിങ്ങൾ ആരും അറിയാതെ എല്ലാവരെയും ചതിച്ചുകൊണ്ട്. അതാണ് പത്മിനി എന്ന പപ്പി. നീ ഇപ്പൊ വീണ്ടും പുതിയ കഥയായിട്ട് വന്നിരിക്കല്ലേ? എന്തിനാടി ഇങ്ങനെ കള്ളക്കഥകളും പറഞ്ഞ് ഞങ്ങളെ ദ്രോഹിക്കുന്നത്? എന്ത് തെറ്റാടി ഞങ്ങൾ നിന്നോട് ചെയ്തത്? തെറ്റ് ചെയ്തത് ഇവളാ, ഈ ശാലിനി.
ഇവള് ചെയ്ത തെറ്റ് മൂടി വെക്കാൻ വേണ്ടി ഇവള് ശ്യാമയെ ബലിയാടാക്കി. അല്ലെങ്കിൽ ഇവള് പറയട്ടെ, പപ്പി ഈ വീട്ടിൽ വന്നു കയറിയതിന് പിന്നിൽ ഇവളുടെ ബുദ്ധി വർക്ക് ചെയ്തിട്ടില്ല എന്ന് ഇവള് പറയട്ടെ. നിനക്ക് എന്താ സുസ്മിതേ, ഭ്രാന്ത് പിടിച്ചോ? ജയിലിൽ കിടന്നപ്പോ തലയ്ക്ക് നല്ല തട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. പിച്ചും പേയും വിളിച്ചു പറഞ്ഞ് ഈ ഫംഗ്ഷൻ അലങ്കോലം ആക്കാനാണ് നീ ഇങ്ങോട്ട് കയറി വന്നേ. നാണമില്ലേ എനിക്കിങ്ങനെ എല്ലാ കഥകളും പറഞ്ഞു നടക്കാൻ? ഇല്ലാ കഥയാണോ അല്ലയോ എന്നൊക്കെ തെളിവ് സഹിതം തന്നെയാ ഞാൻ വന്നേക്കുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യത്തിനും എന്റെ കയ്യിൽ തെളിവുണ്ട്. പപ്പിയെ പ്രസവിച്ചത് ശ്യാമയല്ല, ശാലിയാണ്. പപ്പിയും സത്യയും ശാലിനി ഒരേ സമയം ഒരേ ഹോസ്പിറ്റലിൽ പ്രസവിച്ചതാ. ഇതെല്ലാം ഈ ജില്ലാ കളക്ടർ എന്നോട് തന്നെ പറഞ്ഞ് സമ്മതിക്കുന്ന വീഡിയോ ഞാനിപ്പോ കാണിച്ചു തരാം. എന്നിട്ട് മാത്രം നിങ്ങളെല്ലാരും വിശ്വസിച്ചാ മതി. നാവ് കൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കാതെ തെളിവ് കാണിക്കടി തെളിവ്. കാണിക്കാം. എന്താടി, നിനക്ക് തെളിവില്ലേ? അത് ഞാനിവിടെ വരുന്നവരെ ഇത് കണ്ടതാ. ഉറപ്പും വരുത്തിയിട്ട് ഇറങ്ങിയത്. പിന്നെ ഇതെവിടെ പോയി? എന്നിട്ട് എന്താടി, ആവിയായി പോയോ? അല്ല ആന്റി, അപ്പൊ മോള് നാടകമായിട്ട് ഇറങ്ങിയതാണല്ലേ? ഈ നാടകം കളിക്ക് നല്ല തല്ല് തന്നെയാ ബെസ്റ്റ്. ഇനി മേലാൽ ഈ പരിപാടിയും കൊണ്ട് എന്റെ കൺമുമ്പിൽ കണ്ടേക്കരുത്. ഈ കോമ്പൗണ്ടിൽ കയറിയേക്കരുത്. ഇറങ്ങിപ്പോ. മിണ്ടാതെ ഇറങ്ങിപ്പോടി. ഞാൻ വീഡിയോ എടുത്തതാണല്ലോ, പിന്നെ ഇതെന്തു പറ്റി? ഇതാരാ ഡിലീറ്റ് ആക്കിയത്? പോടി, എടി ഇറങ്ങടി. നാടകമായിട്ട്. ഹലോ മാഡം. അനു. യെസ് മാഡം. അനു, കാലേക്കൂട്ടി തീരുമാനിക്കപ്പെട്ട പ്രകാരം സുസ്മിത അവിടെ നിന്നും പുറപ്പെടാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അവൾ വരാൻ സാധ്യതയുള്ള സ്ഥലവും വണ്ടിയുടെ നമ്പരും കളറും എല്ലാം ഞാൻ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. കണ്ടു. മാഡം കാര്യങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചതുകൊണ്ട് മാഡത്തിന്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവളെ റോഡിൽ ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. വെരി ഗുഡ്. അവളുടെ ഫോണിലൊരു വീഡിയോ ഉണ്ട്. ഒരു നിധി പോലെ അവൾ കൊണ്ടുവരുന്നൊരു വീഡിയോ. അത് വാങ്ങി ഡിലീറ്റ് ചെയ്യണം. യെസ് മാഡം. അവൾ എൻ്റെ മുന്നിൽ എത്തുമ്പോൾ ആ ഫോണിൽ ആ വീഡിയോ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ മാഡം. അവളിപ്പോൾ തന്നെ നമ്മുടെ കൺട്രോളിലാണ്. ഓക്കെ. സി കെയർഫുൾ. ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറയാറില്ലേ, അതുപോലെ പറയേണ്ട ഒരു എനവ. ബിവെയർ ഓഫ് സുസ്മിത. കുടിച്ച പേയുള്ള ഇനവ.
പഴഞ്ചൊല്ല എനിക്കിപ്പോ ഓർമ്മ വരുന്നേ. പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിച്ചോളുന്നു.